മാറ്റ് രൂപത്തിലുള്ള സോളാർ പാനലുണ്ട്, ചുരുട്ടി വയ്ക്കാം. അങ്ങനെ ചുരുട്ടി ഇതും അവരുടെ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോയാൽ 12,000 rupees every single family has to spend to purchase LPG cylinder. സ്മാർട്ടായിട്ടുള്ള ലേഡീസിന് ഉപയോഗിക്കാൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇന്ന് FG ROVER ഉള്ളത് NIT-ലാണ് കേട്ടോ, കാലിക്കറ്റ് NIT-ലാണുള്ളത്. ഇവിടെ ഞാൻ വരാൻ കാരണം ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ വില റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. പേടിയാവുകയാണ് ഓരോ സമയത്ത് അതിന് വില വർദ്ധിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്ന സമയത്ത്. വലിയൊരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അതിൻ്റെ പേരിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊക്കെ പകരമായിട്ട് ഒരു രൂപ പോലും ചെലവാക്കാതെ നമുക്ക് സോളാറിന്ന് നമ്മളിന്ന് കാണുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൗ ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മളിന്ന് കടക്കാൻ പോകുന്നത്. ഇത് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഇവിടെ NIT-ലുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ഡോക്ടർ S. അശോക് സാറും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ കാർത്തികേയൻ VA ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റൗ ഇവിടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിന്റെ ഒരു പ്രവർത്തനം എങ്ങനെയാണെന്നുള്ള കാണാൻ പോവാണ്. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ നമസ്കാരമുണ്ട്. നമസ്കാരം. ഇപ്പോൾ എന്തിനു വേണ്ടി കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുന്നതിൽ വലിയൊരു പ്രസക്തിയില്ല, കാരണം ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ചോദിക്കുകയാണ്, ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം അല്ല ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ഇതിനെ പോലെ? ഈ പാചകവാതക വില നമ്മൾ ഉയരുന്നതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് NIT കോഴിക്കോടിലെ ഇൻഡസ്ട്രിയൽ പവർ ഗ്രൂപ്പിൻ്റെ ഫാക്കൽറ്റി ഡോക്ടർ കാർത്തികേയൻ ഒരു ഐഡിയ, അതായത് എന്തുകൊണ്ട് നമുക്ക് സൂര്യപ്രകാശം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു സ്മാർട്ടായിട്ടുള്ള ഒരു സോളാർ സ്റ്റൗ എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്ത് കൂടാ, അങ്ങനെ ആ തിങ്കിങ് ആണ് ഇത് ഒരു പ്രോഡക്റ്റായിട്ട് മാറിയത്. ഇതിൻ്റെ കംപ്ലീറ്റ് ഐഡിയ, ഡിസൈൻ എല്ലാം തന്നെ ഡോക്ടർ കാർത്തികേയനാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം NIT കോഴിക്കോടിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻഡസ്ട്രിയൽ പവർ ഗ്രൂപ്പിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറാണ്. അപ്പോൾ ഇതൊരു പ്രോഡക്റ്റ് ആക്കുന്നതിനുള്ള ബേസിക് മെൻറ്ററിങ് ആൻഡ് സൂപ്പർവിഷനാണ് ഇത് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഐഡിയ നൗ ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു സ്മാർട്ട് സോളാർ സ്റ്റൗ ആയിട്ട് മാറിയിട്ടുണ്ട്. സോളാർ പാനൽ അവിടെയുണ്ട്. സോളാർ പാനലിൽ ഇതിൻ്റെ മെയിൻ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് 3 ടൈപ്പ് ഫ്ലെക്സിബിലിറ്റിയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഒന്ന്, സോളാർ നല്ല വെയിലുള്ള സമയത്ത് സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രം ഇത് പ്രവർത്തിക്കും. ഇനി അതല്ല, സൂര്യപ്രകാശം കുറവായ സമയത്ത് ഇത് ബാറ്ററിയിൽ നിന്ന് പ്രവർത്തിക്കും. ഇത് രണ്ടും ഇല്ലാതെ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പവർ പ്ലഗിൽ നിന്നും ഇത് പ്രവർത്തിക്കും. ഇത് 3 ഫ്ലെക്സിബിലിറ്റിയും ഇതിനകത്തുണ്ട്. ഇതിൻ്റെ മെയിൻ ഉപയോഗങ്ങൾ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്, ഒന്ന് തട്ടുകടകളിൽ. നമുക്കറിയാം കേരളത്തിലെ എല്ലാ സ്റ്റേറ്റിലും തട്ടുകടകൾ ധാരാളമുണ്ട്. ഈ തട്ടുകടകളുടെ മുകളിൽ ഈ പാനൽ ഇട്ടിട്ട് ഇത് താഴെ ഈ സ്റ്റൗ സിംഗിൾ സ്റ്റൗവോ ഡബിൾ സ്റ്റൗവോ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബ്രെഡ് ഓംലെറ്റ്, ചായ, കാപ്പി അങ്ങനെ എന്ത് വേണേലും സാധാരണ തട്ടുകടകളിലുള്ള ഏത് സാധനവും ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും. അത് ഞങ്ങൾ ഫീൽഡ് ട്രയൽ നോക്കിയിട്ടുണ്ട്. 3-4 തട്ടുകടകളിൽ ഓൾറെഡി പരീക്ഷണം നടത്തി വിജയിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച്. പിന്നെ ഉള്ളത് മിലിറ്ററി ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ ഈ ഫോറസ്റ്റിൽ റിമോട്ടിൽ ഏരിയയിൽ പോകുമ്പം അവർക്ക് അവിടെ കുക്കിങ്ങിനുള്ള ചായ കുടിക്കണം തോന്നുകയാണെങ്കിൽ ഈ സ്റ്റൗവും ഈ സോളാർ പാനൽ, ഇപ്പോൾ ഇത് കാണുന്നത് ഫ്ലെക്സിബിൾ അല്ല, ഫ്ലെക്സിബിളായിട്ടുള്ള സോളാർ പാനലുണ്ട്, മാറ്റ് രൂപത്തിലുള്ള സോളാർ പാനലുണ്ട്, ചുരുട്ടി വയ്ക്കാം. അങ്ങനെ ചുരുട്ടി ഇതും അവരുടെ ബാഗിനകത്ത് ഇട്ടുകൊണ്ട് പോയാൽ എവിടെയെങ്കിലും ഒരു സൗകര്യപ്രദമായ സ്ഥലം, കാട്ടിനുള്ളിലോ മലയിലോ, അത് അവർക്ക് വേഗം ചായ വയ്ക്കാം. സൂര്യപ്രകാശം മാത്രം മതി. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടൂറിസ്റ്റുകൾ, ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ കാറിലും കാരവനിലും ഒക്കെ വരും. അവർക്ക് അവരുടേതായ പാചക രീതികളും കുക്കിങ്ങും ഉണ്ട്, അവരുടെ ഭക്ഷണ രീതികൾ. അവർക്കിത് കാരവൻ്റെ മുകളിൽ ഈ സോളാർ പാനൽ ഇട്ട് കഴിഞ്ഞാൽ അകത്ത് വെച്ച് കാപ്പിയോ അവരുടെ രീതിയിലുള്ള ഭക്ഷണങ്ങളോ അവർക്ക് കുക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം കൂടാതെ വീടുകളിൽ ഞാൻ പറഞ്ഞ പോലെ സോളാർ പാനൽ വീടിൻ്റെ മുകളിലിട്ടിട്ട് അകത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇത് സാധാരണ വളരെ സ്മാർട്ടായിട്ടുള്ള ലേഡീസിന് ഉപയോഗിക്കാൻ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് പ്രസ് ചെയ്ത് അവർക്ക് ഹീറ്റ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്ത് വേണേലും ചെയ്യാൻ പറ്റും. സാധാരണ നമ്മളൊരു സ്റ്റൗ പോലെ ഉപയോഗിക്കാൻ പറ്റും. വർക്കിംഗ് കാര്യങ്ങളെല്ലാം വളരെ ഇതാണ്. ഈ ഒരു സോളാറിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സോളാറിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് കയറ്റാം. അത് കൂടാതെ അത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ പവർ പ്ലഗിൽ നിന്ന് 5 ആംപിയറിൻ്റെ പ്ലഗിൽ നിന്ന് കുത്തിയിട്ട് EB എന്നുള്ള അവിടെ പ്ലഗ് ഉണ്ട്, അത് കുത്തി കഴിഞ്ഞാൽ EB എന്നുള്ള ഇതിനകത്ത് വരും. പിന്നെ കപ്പാസിറ്റി കൂടിയ 2 സോളാർ പാനൽ ഇട്ട് കഴിഞ്ഞാൽ കുറെ കൂടെ കൂടുതൽ കപ്പാസിറ്റി വരും. അതെ, അതല്ലാതെ ബാറ്ററിയുടെ കപ്പാസിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് വരും. ഇപ്പം ഇപ്പോഴത്തെ ഈ നിലയ്ക്ക് 150 വാട്ടിൻ്റെ പാനലാണ്. ഇതൊരു 16 ആംപിയർ AHന്റെ ഒരു ബാറ്ററിയാണ്, വളരെ ചെറിയ ബാറ്ററിയാണ്, ഞങ്ങൾ പരീക്ഷണാർത്ഥം ചെയ്തതാണ്. സിംഗിൾ സ്റ്റൗവിന്
10,000 രൂപയും ഡബിൾ സ്റ്റൗവിന് 15,000 രൂപയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ വില, ബാറ്ററി കോസ്റ്റ് ഇല്ലാതെ. ഇനി ഇതിൻ്റെ കൂടുതൽ ഡോക്ടർ കാർത്തികേയൻ, ഇതിൻ്റെ റിയൽ ഇൻവെൻറ്റർ, will explain. So this is a solar smart stove which is developed by us, NIT Calicut team. Myself, Dr. Karthikeyan, working as an assistant professor from the Department of Electrical Engineering, NIT Calicut. And the main motive of to develop this product is every family members, you could see, per year approximately 12,000 rupees every single family has to spend to purchase LPG cylinder. So in order to reduce this cost actually, so our idea, it's clicked actually, why can't we use the cooking purpose from the solar panel itself? So that is what we have developed this one. Solar panel can be connected to either single stove or double stove. Depends on the capacity of the people. If 2 or 3 people are there, single itself efficient. And bigger family is there, we can go with a double stove also. In the Tattagada and this kind of application, both can be used actually. So there are 3 variants here. In the first variant, directly the solar power can be helpful to for the cooking purpose. In the second model, we do have a battery backup. So battery also can be used for the during a night time or maybe rainy time also. We can have a cooking hours can be extended. Especially for the Tattagada, in order to increase their business hours from after 6 o'clock to around 10 o'clock, and also they can use with the help of battery. So second variant, that is a beneficiary. In the third variant, there is a plug point also. If there is no solar power and there is no battery also, it can be connected to the plug point also. So during that time, we can cook with the help of electricity board power supply, which means without interruption of anything, so 24/7 we can able to cook with the help of this smart solar stove. So that is the main beneficiary of this product actually. ഓക്കെ താങ്ക് യു. ഇനി നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് കാണാൻ പോവാണ് കേട്ടോ. ഇതിൻ്റെ പ്രവർത്തനം കാണാൻ പോവാണ്, ലൈവായിട്ട് എല്ലാം ലൈവായിട്ട് കാണാൻ പോവാണ്. ഇവിടെ നിങ്ങൾ നോക്കിയത് ഇത് ഓൺ ആയിട്ടുണ്ട്. ഇപ്പോൾ സോളാറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഓണായി കിടക്കുകയാണ്. നേരെ അതിലേക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഒരു പാല് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു കാപ്പി തന്നെ അങ്ങ് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അതിലേക്ക് ഒഴിക്കുമ്പം തന്നെ നമുക്കുണ്ടല്ലോ ആ ഒരു ചൂടായിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് ആ വെള്ളം വീഴുന്ന അല്ല ആ പാല് വീഴുന്ന ആ ഒരു സൗണ്ടൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഇത്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് ആ ഒരു ഗ്യാസിന് പകരം ഒരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. കാരണം സോളാറിന് നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. ആ വെളിച്ചം എത്രമാത്രം കിട്ടുന്നു, അതിലൊരു വെയിൽ നമുക്ക് എത്രമാത്രം കിട്ടുന്നു, അതിനനുസരിച്ചിട്ട് നമുക്ക് സുഖമായിട്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. പാല് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാറേ, ഞാൻ ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിലൊന്ന് ഞാൻ ചോദിച്ചോട്ടെ. ഇത് ശരിക്കും ഇത് എങ്ങനെയാണ് ഇനിയിപ്പം നമ്മൾ കമേഴ്ഷ്യലി, അതായത് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിലേക്ക് എങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്? ഈ പേറ്റന്റ് ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്. പേറ്റന്റ് ഗ്രാൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ ഇത് നല്ലൊരു കമ്പനി ഐഡന്റിഫൈ ചെയ്യും. ഇതുണ്ടാക്കാൻ പറ്റിയ ഒത്തിരി കമ്പനികൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു കമ്പനിയെ സെലക്ട് ചെയ്തിട്ട് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യും. ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് പിന്നെ കമ്പനി ആയിട്ടുള്ള എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് ഇത് കൂടുതൽ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറേ കൂടെ കുറയും. മാസ് പ്രൊഡക്ഷൻ കാരണം പ്രൈസ് വീണ്ടും കുറയും. തീർച്ചയായിട്ടും. അതിൻ്റെ ഒരു ആംപിയർ കാണിക്കുകയാണ് ഇതിൽ. അത് ചെക്ക് ചെയ്യാണ് ഈ ഒരു ജസ്റ്റ് ഒരു സോളാർ വെച്ചിട്ട് ആ ഒരു 4 വരെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ആംപിയർ. ആ ജസ്റ്റ് ഈ ഒരു ചെറിയൊരു വെയിലാണ്, വലിയ വെയിലൊന്നും ഇവിടെ വന്നിട്ടില്ല, ചെറിയൊരു വെയിലാണ്. ആ ഒരു വെയിലിൽ കിട്ടിയ ആ ഒരു കാര്യമാണ് ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ളത്. ചെറിയ രീതിയിൽ അത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവിടെ കൊടുത്തിട്ടുണ്ട് ആ പാനൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അവിടെ. ആ ഒരു സോളാർ പാനലിൽ നിന്ന് വരുന്ന ഒരു വയറാണ് കേട്ടോ ഇത്. ഇതിലേക്ക് കൊടുത്തിട്ട് ഇതിൽ നിന്നാണ് ഇപ്പോൾ സോളാർ അതിലേക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെയും ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഒരു വയറോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ നോക്കിയേ, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേറെ ഒരു വയറുകളും ഇതിൻ്റെ ഇടയില്ല. അത് ഉള്ള ഒരു പ്ലഗ് അയച്ചു വെച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ നമുക്ക് സാധാ പ്ലഗിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് നന്നായിട്ട് പാല് തിളച്ചിട്ടുണ്ട്. ഇതാ കൊടുക്കുകയാണ് കേട്ടോ. നേരെ ആ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു, അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, അടിപൊളി സൂപ്പർ കാപ്പി. അയ്യോ, കാരണം ഒരു ടെക്നോളജി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വളരെ സിമ്പിളായിട്ട് സാധാരണ നമ്മൾ ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി കാച്ചി എടുക്കുന്ന ഒരു സമയം, അതേ ടൈം കൊണ്ട് തന്നെ ഈ പറയുന്ന ഈ ഒരു ജസ്റ്റ് ഒരു സോളാർ പാനൽ വെച്ച്, ചെറിയൊരു സോളാർ പാനൽ വെച്ചിട്ടാണ് അത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു പവർ എന്താണെന്നുള്ളത്. ഒരു ഗ്യാസ് ചെയ്തെടുക്കുന്ന സെയിം സിസ്റ്റം, സെയിം സംഭവം
അതേ സമയം കൊണ്ട് തന്നെ ആ ഒരു കാപ്പി നമുക്കായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത്രയും ഫാസ്റ്റാണ്. ഞാനിവിടെ വരുന്നത് വരെ ഇത്ര ഞാൻ ചിന്തിച്ചിട്ടില്ല. നല്ല ടൈം എടുക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ വളരെ ഫാസ്റ്റായിട്ടാണ് ജസ്റ്റ് ഒരു സോളാർ പാനൽ വെച്ച്, സിംഗിൾ സോളാർ പാനൽ വെച്ചിട്ടാണ് ഇതിപ്പോൾ എടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് സാർ പറഞ്ഞതുപോലെ തന്നെ തട്ടുകടകളിലുള്ളവർക്ക് ഏറ്റവും ബെറ്റർ, അത്രയും സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് തട്ടുകടകളിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു പിക്നിക്കൊക്കെ പോകുന്ന സമയത്ത്, ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത് ഏത് കാട്ടിൽ പോയി കഴിഞ്ഞാലും നമുക്ക് അവിടുന്ന് പാചകം ചെയ്യാൻ പറ്റുന്ന ഒരു ജസ്റ്റ് ഒരു സ്റ്റൗ ഉണ്ടായാൽ മതി അതിൻ്റെ കൂടെ. അത് ഈ രണ്ട് കാര്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. കൊതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസിൻ്റെ വില എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റൗ ആണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. വലിയൊരു നന്ദി അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത് പ്രൊഫസറായിട്ടുള്ള അശോക് സാറിനും അതേപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ കാർത്തികൻ സാറിനും. ഇത് വാണിജ്യാടിസ്ഥാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാറ്റന്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.